അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്ത്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ തയ്യാറാക്കണം? ഇതിവിടെ നമുക്ക് രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, രണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ്. ഏത് വർഷത്തെയാണോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ഇതായിരിക്കണം ഹെഡിങ്. വലത്തോട്ട് മാറ്റി നമ്മൾ ആദ്യം രണ്ട് കോളം കൊടുക്കുക. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇതാണ് ആദ്യം കൊടുക്കുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിലാദ്യം ക്യാഷ് സെയിൽസ് ഏതൊക്കെ വരാമെന്നുള്ളതാണ്. ക്യാഷ് സെയിൽസ്, കാശിന് സാധനം വിൽക്കുന്നു, അത് ഇൻഫ്ലോയാണ്. കാരണം കമ്പനിക്ക് പണം വരുന്നു, ആ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കും. ക്യാഷ് സെയിൽസ്. നെക്സ്റ്റ് ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്. കടമായിട്ട് സാധനം വിറ്റു, ഡെറ്റേഴ്സിൽ നിന്ന് പണം കിട്ടി, അതും ക്യാഷ് ഇൻഫ്ലോയാണ്. നെക്സ്റ്റ് എക്സ്പെൻസസ് മെറ്റ്, അല്ലെങ്കിൽ വേറെ ഇൻകം. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ അവിടെ കമ്മീഷൻ റിസീവ്ഡ്, റോയൽറ്റി റിസീവ്ഡ്, ഇതൊക്കെ ഇൻഫ്ലോയാണ്. ഇനി ഔട്ട്ഫ്ലോ ക്യാഷ് പർച്ചേസസ്, കാശ് പോവാണ്, അപ്പോൾ അത് കുറയ്ക്കണം. കുറയ്ക്കുന്നത് നമുക്കിവിടെ മൈനസാണ്, അത് നമ്മൾ ബ്രാക്കറ്റിലിടും. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് പണം കൊടുത്തു, അപ്പം പണം പോവാണ്, ബ്രാക്കറ്റിലിട്ടു. നെക്സ്റ്റ് ബിസിനസ് എക്സ്പെൻസസ് മെറ്റ്, അതായത് വേജസ് പെയ്ഡ്, സാലറി, റെൻ്റ് പെയ്ഡ്, ഇതൊക്കെ ഇവിടെ വരാം. പണം പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടി ഇനി നമ്മൾ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യണം, ശ്രദ്ധിക്കണം. ഇത് കൂട്ടുമ്പോൾ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്.
നമ്മൾ നേരത്തെ പഠിച്ച വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടി, മൈനസ് ആണെങ്കിൽ ബ്രാക്കറ്റ് ഇടും, പ്ലസ് ആണെങ്കിൽ ബ്രാക്കറ്റ് അവിടെ വേണ്ട. ഈ കിട്ടിയെ നമ്മൾ വിളിക്കുന്നത് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ്. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി അടുത്തത് ടാക്സ് കൊടുത്തത്. ടാക്സ് പെയ്ഡ്, പണം പോവാണ്, ബ്രാക്കറ്റിൽ ഇട്ടു. അതും കുറച്ച് ഇവിടെ കിട്ടുന്ന ഈ ഫിഗർ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്നാണ്. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ ലെസ് ചെയ്യണം. അടുത്തത് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആണ്. അതെന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും വരുന്നത് ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ആണ്. ആ ക്ലെയിം കിട്ടിയാൽ ഇവിടെ വരും. ഇതും കുറച്ച് കിട്ടുന്ന ഫിഗർ നേരെ ഔട്ടർ കോളം കൊടുക്കും. ഇതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ശ്രദ്ധിക്കുക, ഇവിടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് സെയിൽസ്, ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്, കമ്മീഷൻ റിസീവ്ഡ്, റോയൽറ്റി റിസീവ്ഡ്, ഇതെല്ലാം ക്യാഷ് ഇൻഫ്ലോയാണ്. ക്യാഷ് ഇൻഫ്ലോ. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ, ക്യാഷ് പർച്ചേസസ്, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് പോകുന്നു, അതുകൊണ്ട് അവിടെ ബ്രാക്കറ്റ് ഇട്ട്, ദാറ്റ് മീൻസ് മൈനസ് ആണ്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ബിസിനസ് എക്സ്പെൻസ് മെറ്റ്, ഇതെല്ലാം കൂടെ കൂട്ടണം. പ്ലസും മൈനസും വരുന്നതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ ഇവിടെ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് കൊടുക്കും. ഇതിൽ നിന്ന് ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം. കുറച്ച് കിട്ടുന്ന ഫിഗർ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം. എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കാം നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതുണ്ടെങ്കിൽ, എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ലെസ് ചെയ്ത് ഔട്ടർ കോളം ഇതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇപ്പം നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ഇനി അടുത്തത് ക്യാഷ് ഫ്ലോ. ഇതിൻ്റെ ബാക്കിയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു.
അതായത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ പണം പോവാണ്. ദാറ്റ് മീൻസ് ക്യാഷ് ഔട്ട് ഫ്ലോ മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കാണിക്കുക. നെക്സ്റ്റ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ ക്യാഷ് വരുന്നു, അതിവിടെ പ്ലസ് ക്യാഷ് ഇൻഫ്ലോയാണ്. നെക്സ്റ്റ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നു, ക്യാഷ് ഔട്ട്ഫ്ലോയാണ് മൈനസ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ് ഇൻഫ്ലോയാണ് പ്ലസ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ക്യാഷ് ഇൻഫ്ലോയാണ് പ്ലസ്. ഡിവിഡൻഡ് റിസീവ്ഡ്, ക്യാഷ് ഇൻഫ്ലോയാണ് പ്ലസ്. ഇപ്പോൾ ഇവിടെ ഇത്ര ഐറ്റംസ് വരാണ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് ഔട്ടർ കോളം കാണിക്കും. ഈ കിട്ടിയ ഫിഗറിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ യൂസ്ഡ് എന്നാണ്. ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ശ്രദ്ധിക്കുക, ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് യൂസ്ഡ്. ഇവിടെ വരുന്ന ഫിഗർ പ്ലസ് ആണെങ്കിൽ അത് ക്യാഷ് ഫ്ലോ എന്ന് കാണിക്കും. ഇത് മൈനസ് വന്നാൽ, നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ഇത് മൈനസ് വന്നാൽ അത് ക്യാഷ് ഫ്ലോ എന്നല്ല, ക്യാഷ് യൂസ്ഡ് ആണ്. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. പ്ലസ് ആണെങ്കിൽ ഫ്ലോയ്, മൈനസ് ആണെങ്കിൽ യൂസ്ഡ്. ഇതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസാണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതായത് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ലോങ് ടൈം ബോറോയിങ്സ്, റീപേയ്മെൻറ്റ് ഓഫ് ലോണ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇൻഫ്ലോ ആണെങ്കിൽ പ്ലസ്, ഔട്ട്ഫ്ലോ ആണെങ്കിൽ മൈനസ്. അതുപോലെ ഇവിടെ കൊടുക്കുകയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഷെയർസ്. നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ റീപേയ്മെൻറ്റ്, പണം തിരിച്ചു കൊടുക്കുകയാണ്. റിഡംഷൻ ഓഫ് ഷെയർസ്, ഷെയർ ഹോൾഡേഴ്സിന് പണം തിരിച്ചു കൊടുക്കും. റിഡംഷൻ വരുമ്പോൾ ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ. ദാറ്റ് മീൻസ് മൈനസ്. നെക്സ്റ്റ് റിഡംഷൻ ഓഫ്
debentures minus long tail borrowings. That means loan taken. That means cash inflow ആണ്. കാശ് വരുന്നു, കമ്പനിക്ക് പണം വരുന്നു, പ്ലസ് ആണ്. റീപേയ്മെന്റ് ഓഫ് ലോൺ തിരിച്ചു കൊടുക്കും, ക്യാഷ് പേയ്മെന്റ് ആണ്, മൈനസ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പെയ്ഡ്. കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഡിബഞ്ചർ ഉണ്ടെങ്കിൽ കമ്പനി എന്ത് കൊടുക്കണം? പലിശ കൊടുത്തേ പറ്റും. അപ്പോൾ അത് ഇൻട്രസ്റ്റ് പെയ്ഡ്. എന്നാൽ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ പലിശ കിട്ടുമ്പോൾ അതെവിടെ വരണം? ഇൻവെസ്റ്റിങ്ങിൽ വരണം. അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ്. ദെൻ ഡിവിഡൻഡ് പെയ്ഡ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം. അത് അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ക്യാഷ് ഔട്ട് ഫ്ലോ മൈനസ് ആണ്, ഡിവിഡൻഡ് പെയ്ഡ് ക്യാഷ് ഔട്ട് ഫ്ലോ മൈനസ് ആണ്. ഇത് ഇത്ര ഇവിടെ നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ്, അത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ബോറോയിങ്സ്, റീപേയ്മെൻറ്റ് ഓഫ് ലോണ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ്. നോക്കുക, ഷെയർ ഇഷ്യൂ പ്ലസ് ഡിബഞ്ചർ ഇഷ്യൂ പ്ലസ് റിഡംഷൻ മൈനസ്, ദാറ്റ് മീൻസ് ക്യാഷ് ഔട്ട് ഫ്ലോ. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് മൈനസ്, ലോങ് ടേം ബോറോയിങ്സ് പ്ലസ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ മൈനസ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ്, ക്യാഷ് ഔട്ട് ഫ്ലോ മൈനസ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. അപ്പം ഇവിടെ പ്ലസ് ആകാം അല്ലെങ്കിൽ മൈനസ് ആകാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതും ക്യാഷ് ഫ്ലോ ഓർ യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പം മൂന്നുമായി. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ പഠിക്കുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ്. ഇപ്പോൾ എടുക്കുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. അതിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻഫ്ലോയ് ഔട്ട്ഫ്ലോയ് അതെല്ലാം കൂടെ കൂട്ടി ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൽ നിന്ന് ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ കുറച്ചു, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ചു, അപ്പോൾ കിട്ടുന്ന നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അത് പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ 3 ഫിഗർ ഔട്ടർ കോളം കിടപ്പുണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഉണ്ട്, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ ഉണ്ട്. ഇനി നമ്മൾ ഇത് 3 കൂടെ അങ്ങ് കൂട്ടണം. ഏത്? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഓർ യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഓർ യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അത് 3 കൂടെ കൂട്ടി താഴെ എഴുതി. ഇതും ഒന്നില്ലേ പ്ലസ് ആകാം അല്ലെങ്കിൽ മൈനസ് ആകാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതും പ്ലസ് ആണെങ്കിൽ നെറ്റ് ഇൻക്രീസ്
അല്ലെങ്കിൽ മൈനസ് വന്നാൽ ഡിക്രീസ് ഇൻ ക്യാഷ്. ഇതേതാ ഇവിടെ കിട്ടുന്ന പ്ലസ് ആണെങ്കിൽ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ്, മൈനസ് ആണെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഈ ഔട്ടർ കോളം കിടക്കുന്ന 3 ഫിഗറും കൂടെ എന്ത് ചെയ്യുക, കൂട്ടുക. കൂട്ടുമ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. പ്ലസ് ആണെങ്കിൽ നമ്മൾ എഴുതും നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ്, മൈനസ് ആണെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ എഴുതിയത്, നെറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ക്യാഷ്. ഇത്രയും കഴിഞ്ഞാൽ അടുത്ത വർക്ക് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ്. അതിവിടെ ഒന്നും കൂടെ എടുത്തെഴുതുകയാണ്, നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ്. അത് ഔട്ടർ കോളം കിടക്കുന്ന ഫിഗർ. ഇതിൻ്റെ കൂടെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. ആഡ് ചെയ്യണം. ആഡ് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് നമ്മുടെ ബാലൻസ് ഷീറ്റ്, ഓപ്പണിങ്ങിലെ ക്യാഷ് ബാലൻസ്. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്നാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരാമെന്ന് ചോദിച്ചാൽ ക്യാഷ് ഇൻ ഹാൻഡ്സ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ബിസിനസ്സിലുള്ള ക്യാഷ് ബാലൻസും ബാങ്കിലുള്ള ക്യാഷ് ബാലൻസും, അത് ക്യാഷ്. ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ക്യാഷ് ഇക്വലൻസ് എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നാണ്. എന്താണാവോ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. എന്താണ് ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നാന്ന് ചോദിച്ചാൽ the securities which can be converted into cash within a period of less than 3 months എന്നാണ്. The securities which can be converted into cash within a period of less than 3 months. 3 മാസത്തിനകം ക്യാഷായിട്ട് കൺവെർട്ട് ചെയ്യാവുന്ന സെക്യൂരിറ്റികളുണ്ടെങ്കിൽ അത്തരം സെക്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്നുണ്ട്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അത് മാർക്കറ്റബിളാണ്. അത് പെട്ടെന്ന് ക്യാഷായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റിയാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതുമാത്രമല്ല, ആ സെക്യൂരിറ്റി കൺവെർട്ട് ചെയ്യുമ്പോൾ അവിടെ നഷ്ടം ഉണ്ടാകത്തുമില്ല. അവിടെ നഷ്ടം സംഭവിക്കുന്നുമില്ല എങ്കിൽ അത്തരം സെക്യൂരിറ്റി വിളിക്കുന്ന പേരാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ആ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ എന്തൊക്കെ വരാം? ക്യാഷ് ഇൻ ഹാൻഡ് വരാം, ക്യാഷ് അറ്റ് ബാങ്ക് വരാം, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടണം. അപ്പം എന്തൊക്കെ എടുക്കാം? ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എടുക്കേണ്ടത് മിക്കവാറും കണക്കിൽ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആയിരിക്കും. അപ്പോൾ ഓപ്പണിങ്ങിൽ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കൂടെ കൂട്ടുക, അതിവിടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യും, താഴെ എഴുതി.
ഈ കിട്ടിയിരിക്കുന്നത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിരിക്കണം. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്ലോസിങ്ങിൽ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്ന ഫിഗർ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അതായത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡയറക്റ്റ് മെത്തേഡ്. ഈ ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലാണെങ്കിലും ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിനും ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിനും മാറ്റമില്ല, ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാനുള്ള രീതി മാറും, ബാക്കിയെല്ലാം ഇതുപോലെ. അപ്പോൾ ഇതാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ എൻഡഡ്, ഏത് വർഷത്തെയാണോ തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മൾ 2008-2009 ബാലൻസ് ഷീറ്റ് തന്നിരിക്കുകയാണ്, 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റാണ്. അപ്പം നമ്മൾ ഹെഡിങ് കൊടുക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 2008-2009. ഇതിപ്പോൾ നമ്മൾ പഠിച്ച ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടു, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടു, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് കണ്ടു. ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന ഫിഗർ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ്. അതിൻ്റെ കൂടെ ആഡ് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഓപ്പണിങ്ങിലെ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അതും കൂടെ കൂട്ടിക്കിട്ടേണ്ട ഫിഗർ ക്ലോസിങ്ങിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിന് നമുക്ക് ഒരു ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. അതായത് from the following information estimate net cash from operating activities net cash from operating activities, cash sales തന്നിരിക്കുന്നത് 20,000 20,000. collections from customers 80,000 figure 80,000. payments to suppliers 35,000. payments to employees 15,000. business expenses met 20,000. sale of fixed asset 10,000. income tax paid
12,500. ഇതേതാ ചെറിയ ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം. ഇപ്പം എന്തൊക്കെയുണ്ട്? ക്യാഷ് സെയിൽസ്, കളക്ഷൻസ് ഫ്രം കസ്റ്റമേഴ്സ് മീൻസ് ഡെറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഫുൾ തയ്യാറാക്കുന്നില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ, ഇവിടെ ഹെഡ് അത് മതി. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ്, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. ആദ്യം നമുക്കിവിടെ ഇൻഫ്ലോ മാത്രം ആദ്യം എഴുതാം. ഇൻഫ്ലോ ക്യാഷ് സെയിൽസ്, കാശ് വരികയാണ്, അത് 20,000 ആണ്. 20,000. കളക്ഷൻസ് ഫ്രം കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സ് മീൻസ് ഡെറ്റേഴ്സ്. ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് 80,000. നെക്സ്റ്റ് പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ് ഔട്ട്ഫ്ലോ ആണ്. പേയ്മെൻറ്റ്സ് ടു എംപ്ലോയീസ് ഔട്ട്ഫ്ലോ ആണ്. ബിസിനസ് എക്സ്പെൻസ് മെറ്റ് ഔട്ട്ഫ്ലോ ആണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഇൻഫ്ലോ ആണ്. പക്ഷേ ഇത് ഓപ്പറേറ്റിങ്ങിൽ വേണ്ടതല്ല. ഫിക്സഡ് അസറ്റ് വിറ്റ് പണം കിട്ടിയാൽ അത് ഇൻവെസ്റ്റിങ്ങിൽ വരേണ്ടതാണ്. അപ്പോൾ ഈ ഐറ്റം നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല, അത് വിട്ടേക്കണം. നെക്സ്റ്റ് ഇൻകം ടാക്സ് പെയ്ഡ് ഓപ്പറേറ്റിങ്ങിൽ എടുക്കേണ്ടതാണ് ലാസ്റ്റ്, അത് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ ഇൻഫ്ലോ ഇവിടെ ഇത് രണ്ടെണ്ണേ ഉള്ളൂ. 20,000-ഉം 80,000-ഉമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1,00,000 1,00,000. വേണമെങ്കിൽ ഇത് ഔട്ടർ കോളം കൊടുത്തേക്കാം. 1,00,000. നെക്സ്റ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എടുക്കാം. പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ്, പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ്, പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ്. ഇത് കുറയ്ക്കാനുള്ളതാണ്. 35,000 കുറയ്ക്കാനുള്ളതാണ്, ബ്രാക്കറ്റിലിടാം. പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ്. നെക്സ്റ്റ് പേയ്മെൻറ്റ്സ് ടു എംപ്ലോയീസ്, പേയ്മെൻറ്റ്സ് ടു എംപ്ലോയീസ്, പേയ്മെൻറ്റ്സ് ടു എംപ്ലോയീസ് 15,000. ഔട്ട്ഫ്ലോ ആണ്, മൈനസ്. നെക്സ്റ്റ് ബിസിനസ് എക്സ്പെൻസ് മെറ്റ്, ബിസിനസ് എക്സ്പെൻസ് മെറ്റ് 20,000 മൈനസ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വേണ്ട, ഇൻകം ടാക്സ് പെയ്ഡ് ലാസ്റ്റ് കുറച്ചാൽ മതി. അപ്പോൾ ആദ്യം ഇവിടെ ഇതെല്ലാം കൂടെ കൂട്ടാം. 35, 10, 45, 50, 20, 70. ഇത് 70,000 ഈ ടോട്ടൽ. 70,000 മൈനസാണ്. ഇനി ഇത് കൂട്ടുമ്പോൾ 1,00,000 പ്ലസും 70,000 മൈനസുമാണ്. അപ്പോൾ ഇവിടെ 30,000 പ്ലസ്സാണ്. നമ്മളെ ഫോർമാറ്റിൽ നോക്കണം. ഇവിടെ കിട്ടുന്ന ഈ ഫിഗറാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. പിന്നിവിടെ
പെയ്ഡുണ്ട്. ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യും. ടാക്സ് പെയ്ഡ് 12,500. ഇത് മൈനസ് ചെയ്യണം. അത് കുറച്ച് 0, 0, 5, 7, 17,500. ഇത് 30,000 പ്ലസ് ആണ്. ഇത് 12,500 മൈനസ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഫിഗർ പ്ലസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എഴുതാം, ഇവിടെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഈ കിട്ടിയതാണ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ആണ്. നെക്സ്റ്റ്, നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലം, രണ്ടാമത്തെ കണക്ക്. അപ്പോൾ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതായത് ഇവിടെ ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ചില കേസിൽ ഇത് നേരിട്ട് തരത്തില്ല. അങ്ങനെ നേരിട്ട് തരുന്നില്ല എങ്കിൽ ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് കാണും. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ട്സ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡെറ്റേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡെറ്റേഴ്സ് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ആ ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഐറ്റംസ് കൂടി ചോദ്യത്തിൻ്റെ കൂടെ തരും. അപ്പോൾ ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ഏതെല്ലാമാണ്? ഒന്ന് ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, 2 ക്രെഡിറ്റ് സെയിൽസ്, 3 ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്, 4 BR റിസീവ്ഡ്, നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ, നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ്, നെക്സ്റ്റ് ബാഡ് ഡെറ്റ്സ്, നെക്സ്റ്റ് വൺ ക്ലോസിംഗ് ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ഒരു നല്ല ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ തരും. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കേണ്ടാത്തതായ ചില ഫിഗറും കൊടുക്കും. ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് തരത്തില്ല. അപ്പം പേരെന്ത് തരും? ഡിസ്കൗണ്ട് അലൗഡ്, റിട്ടേൺ ബൈ ഡെറ്റേഴ്സ്, ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഇത്രയും തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡെറ്റേഴ്സ് അക്കൗണ്ട് എഴുതി ആ മിസ്സിങ് ഫിഗർ കണ്ടുപിടിക്കണം. ആ മിസ്സിങ്, അപ്പോൾ എന്താ ഡെറ്റേഴ്സ് അക്കൗണ്ട് നോക്കാം. അങ്ങനെ വരുവാണെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് എഴുതി കണ്ടുപിടിക്കണം. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഐറ്റംസ് നോക്കുക. ഐറ്റംസ് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇവിടെ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഐറ്റംസ് ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഒന്ന് ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, 2 ക്രെഡിറ്റ് സെയിൽസ്, 3 ക്യാഷ് റിസീവ്ഡ്, 4 സെയിൽസ് റിട്ടേൺ, അത് റിട്ടേൺ ബൈ ഡെറ്റേഴ്സ്, 5 ഡിസ്കൗണ്ട് അലൗഡ്, 6 ബാഡ് ഡെറ്റ്സ്, 7 ക്ലോസിംഗ് ഡെറ്റേഴ്സ്. ഇത്രയും ഡെറ്റേഴ്സ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസാണ്. ഇത് ഈ അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഇത്
ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബ്രോട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇത് ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ അതിവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഏതാ പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സ്. വേണേൽ ബ്രാക്കറ്റിൽ എഴുതാം, ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ആണ് പോസ്റ്റ് ചെയ്തത്. ഓപ്പണിംഗ് ഡെറ്റേഴ്സ്. നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. കടമായിട്ട് സാധനം വിറ്റു. കടമായിട്ട് സാധനം വിൽക്കുമ്പോൾ ഡെറ്റേഴ്സ് ഡെബിറ്റ് ചെയ്യും, സെയിൽസ് ക്രെഡിറ്റ് ചെയ്യും. അതിന് ജേണലിൽ നിന്നാണ് ഡെറ്റേഴ്സ് ഡെറ്റ് ടു സെയിൽസ് എന്നാണ്. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്നാണ്. ടു സെയിൽസ്. ഇതേ സെയിൽസേ വരത്തുള്ളൂ ഇവിടെ, ക്രെഡിറ്റ് സെയിൽസ് മാത്രം. ക്രെഡിറ്റ് സെയിൽസ്. നെക്സ്റ്റ് ക്യാഷ് റിസീവ്ഡ് ആണ്. ക്യാഷ് കിട്ടുമ്പോൾ ജേണലിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ക്യാഷ് ഡെറ്റർ, ബിക്കോസ് ക്യാഷ് കംസ് ഇൻ ടു ഡെറ്റേഴ്സ് ആണ്. അത് ഡെറ്റേഴ്സിൽ പോസ്റ്റ് ചെയ്യുന്നത് ബൈ ക്യാഷ്. ഇത് ക്യാഷ് റിസീവ്ഡ് ആണ്. റിസീവ്. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ. റിട്ടേൺ ബൈ ഡെറ്റേഴ്സ്. ജേണലിൽ ഇതാണ് സെയിൽസ് റിട്ടേൺ ഡെറ്റർ ടു ഡെറ്റേഴ്സ് എന്നാണ്. ഡെറ്റേഴ്സിൽ പോസ്റ്റ് ചെയ്യുന്നത് ബൈ സെയിൽസ് റിട്ടേൺ. ബൈ സെയിൽസ് റിട്ടേൺ. ഇത് അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേഡ് എന്നും വിളിക്കും. ഇൻവേഡ്. റിട്ടേൺ ഇൻവേഡ്. നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ്. അത് പോസ്റ്റ് ബൈ ഡിസ്കൗണ്ട്. ബൈ എന്തുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് എന്ന് ചോദിച്ചാൽ ഡിസ്കൗണ്ട് അലൗഡ്. ജേണലിൽ ഡിസ്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് എന്നാണ്. ഡെറ്റേഴ്സ് അക്കൗണ്ട് ബൈ ഡിസ്കൗണ്ട് പോസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ബാഡ് ഡെറ്റ്സ്. അത് പോസ്റ്റ് ബൈ ബാഡ് ഡെറ്റ്സ്. കാരണം ബാഡ് ഡെറ്റ്സ് ഡെബിറ്റ്, ഡെറ്റേഴ്സ് ക്രെഡിറ്റ് ആണ്. ബാഡ് ഡെറ്റ്സ് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. നമ്മൾ ഡെറ്റേഴ്സിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ ബാഡ് ഡെറ്റ്സ് എന്നാണ്. ക്ലോസിംഗ് ഡെറ്റേഴ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഡെബിറ്റ് സൈഡ് ബ്രോട്ട് ഡൗൺ ചെയ്യും. ഈ വർഷം ഓപ്പണിംഗ് മീൻസ് കഴിഞ്ഞ കൊല്ലം ക്ലോസിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് ഇവിടെ ക്യാരി ഡൗൺ ആണ്. ആ ക്യാരി ഡൗൺ ചെയ്ത ഫിഗറാണ് ഈ വർഷം ഓപ്പണിംഗിലോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്തത്. അപ്പോൾ ഈ വർഷത്തെ ക്ലോസിംഗ് ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്യണം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഇത് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആണ്. ഇതാണ് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഫോർമാറ്റ് ഇതാണ്. ഇതിൽ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടി വരുന്നത് ഇതാണ് ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്. അപ്പം നമുക്ക് ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഐറ്റംസ് തരും. ഡെറ്റേഴ്സ് അക്കൗണ്ട് എഴുതി നമ്മൾ ഏത് കണ്ടുപിടിക്കണം? ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് മാത്രമേ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എഴുതാവുള്ളൂ. എന്ത് തന്നിട്ടില്ലെങ്കിലാണ് ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് നേരിട്ട് തന്നിട്ടില്ല, ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ടു പ്രിപ്പയർ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് എല്ലാം ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ മിസ്സിങ് ഏതാണെന്ന് ചോദിച്ചാൽ ക്യാഷ് ഫ്രം ഡെറ്റേഴ്സാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. നല്ലൊരു ക്വസ്റ്റ്യൻ വന്നാലെങ്കിൽ മാത്രമേ ഇതുള്ളൂ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരത്തുള്ളൂ. സാധാരണ ഒരു ഇതാണെങ്കിൽ ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റ് കാണത്തില്ല. ചില കേസിൽ ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് നേരിട്ട് തരാതിരിക്കും, ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഐറ്റംസ് തരും. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് കാണണം, അതിന് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അത് നേരിട്ട് തരത്തില്ല. നേരിട്ട് തന്നില്ല എങ്കിൽ ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഐറ്റംസ് തരും.
അപ്പം നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വരാവുന്ന ഐറ്റംസ്, ഒന്ന് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. രണ്ട് ക്രെഡിറ്റ് പർച്ചേസസ്. മൂന്ന് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. നാല് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട് വേഡാണ്. അഞ്ച് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ആറ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്. ഇത് ഇത്രയാണ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ഇത് വരാം. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റ് പർച്ചേസ്, ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ്, പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട് വേഡ്, നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ക്ലോസിംഗ്. ഇതെങ്ങനെ ക്രെഡിറ്റേഴ്സിൽ പോസ്റ്റ് ചെയ്യണം? അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യാണ്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് അത് ക്രെഡിറ്റ് സൈഡിൽ ബ്രോട്ട് ഡൗൺ ചെയ്യും. അതെന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി എല്ലാം ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും. ഡെറ്റേഴ്സ് അസറ്റാണ്. അസറ്റെല്ലാം ഡെബിറ്റ് ബാലൻസ് കാണിക്കും. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇത് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സാണ്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്. നെക്സ്റ്റ് ക്രെഡിറ്റ് പർച്ചേസസ്. സാധനം കടമായിട്ട് മേടിച്ചു. നമ്മൾ നേരത്തെ ജേണലിലേക്ക് പഠിച്ചിട്ടുള്ളതാണ്. കടമായിട്ട് സാധനം മേടിക്കുമ്പോൾ പർച്ചേസസ് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. പർച്ചേസസ് ടു ക്യാഷ് അല്ല, ടു ക്രെഡിറ്റേഴ്സ് എന്നാണ്. പർച്ചേസസ് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ടു ക്യാഷ്. ക്രെഡിറ്റ് പർച്ചേസ് ആകുമ്പോൾ പർച്ചേസ് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റ് പർച്ചേസാണ്. അപ്പോൾ ഇത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യും. ബൈ പർച്ചേസസ്. ഇത് ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസസ്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റ് പർച്ചേസസ്, ദെൻ ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് പണം കൊടുത്തു. പണം കൊടുക്കുമ്പോൾ ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. കാശ് പോയി. ആർക്ക് കൊടുത്തു? ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അതിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ ഡെബിറ്റ് സൈഡ് ടു ക്യാഷ്. ഇത് ക്യാഷ് ഏതാണ് പോസ്റ്റ് ചെയ്യുന്നത്? ബാക്കിൽ കാണിക്കാം. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സിംഗിൾ എൻട്രിക്കകത്ത് പഠിച്ചിട്ടുള്ളതല്ല. ഇവിടെ ഇപ്പോൾ എടുക്കേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ ക്യാഷ് ഫ്രം ഡെറ്റേഴ്സോ അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് ക്രെഡിറ്റേഴ്സോ നേരിട്ട് തന്നിട്ടില്ല എങ്കിൽ ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് തരും. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ ക്രെഡിറ്റേഴ്സുമായിട്ട് അപ്പോൾ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് മിസ്സിംഗ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എഴുതി ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റ് പർച്ചേസ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ദെൻ പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ മീൻസ് റിട്ടേൺ ഔട്ട് വേഡ് എന്നാണ്.
ക്രെഡിറ്റേഴ്സിന് തിരിച്ചയക്കുന്നു. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യും ടു പർച്ചേസ് റിട്ടേൺ, ടു പർച്ചേസ് റിട്ടേൺ, അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട് ടു വേഡ്. നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, അത് ടു ഡിസ്കൗണ്ട് എന്നാണ്. കാരണം അതിൻ്റെ ജേണലിൻ്റെ ഇതാണ് ക്രെഡിറ്റേഴ്സ് ഡെറ്റർ ടു ഡിസ്കൗണ്ട് എന്നാണ്. ഡിസ്കൗണ്ട് ഇൻകമാണ് കിട്ടുമ്പോൾ ടു ഡിസ്കൗണ്ട്, ഇത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ദെൻ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സാണ്. ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഡ്രോട്ട് ഡൗൺ ചെയ്തു. കാരണം ഇത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി എല്ലാം ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും. ക്രെഡിറ്റ് ബാലൻസ് കാണിക്കാന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ഡ്രോട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ഡ്രോട്ട് ഡൗൺ ചെയ്യും. ഈ ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ക്ലോസിങ്ങിൽ ഇത് ടു ബാലൻസ് ക്യാരി ഡൗൺ ആയിരുന്നു, അത് ഇങ്ങോട്ടേക്ക് ഡ്രോട്ട് ഡൗൺ ചെയ്തു. ഇപ്പോൾ ഈ വർഷത്തെ ക്ലോസിങ് ഡെബിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്യും, ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇത് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സാണ്. ഇതാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഫോർമാറ്റ്സ്. ഇതിൽ നമുക്ക് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് തരുന്നു, ക്രെഡിറ്റ് പർച്ചേസ് തരുന്നു, പർച്ചേസ് റിട്ടേണും ഡിസ്കൗണ്ട് അലൗഡും ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും തരുന്നു. ഇല്ലാത്തത് ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സാണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത് ഇതാണ് ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൽ വരാവുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോൾ ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് നേരിട്ട് തന്നിട്ടില്ല എങ്കിൽ മാത്രം നമ്മൾ ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ഐറ്റംസ് കാണും. ഡെറ്റേഴ്സ് അക്കൗണ്ട് എഴുതി ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് കണ്ടുപിടിക്കുക. ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് നേരിട്ട് തന്നിട്ടില്ല എങ്കിൽ ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഐറ്റംസ് കാണും. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എഴുതി ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് കാണുക. ഇത്രയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്.